വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ റെസിപ്പി അല്ല, കുറച്ച് ടിപ്സാണ്. അപ്പോൾ സ്ട്രോബെറി ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂബെറി ഉണ്ട്. ഇതുകൊണ്ട് പ്രിസർവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ സ്ട്രോബെറി ഒക്കെ നമ്മൾ മേടിച്ചിട്ട് അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രിസർവ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പല റെസിപ്പീസും ഉണ്ടാക്കാം. ഇപ്പം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, കേക്ക്സിൽ യൂസ് ചെയ്യാം, പുഡിങ്സ്, അങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇൻഗ്രീഡിയൻസ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഈ സ്ട്രോബെറിയും അതിലേക്ക് ഷുഗറും വേണം. ഇതിലേക്ക് വേറെ ഒരു സാധനം ചേർക്കണില്ല, ആകെ കൂടി ലെമൺ ജ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ 3 സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്ട്രോബെറി പ്രിസർവ് ആൻഡ് ബ്ലൂബെറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം, ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട്. ഇത് ബ്ലൂബെറിയാണ്. ബ്ലൂബെറിക്ക് അത്ര പുളിയില്ല. ഇതിങ്ങനെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്, വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി സ്ട്രോബെറിയും കൂടെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ സ്ട്രോബെറിയുടെ ഈ ഇലയൊക്കെ, അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇതിന് വാഷ് ചെയ്യാനായിട്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നല്ല പഴുത്ത സ്ട്രോബെറിയാണ്. നമ്മൾ ചിലപ്പോൾ സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചത് ചില സമയത്ത്, ഇപ്പോൾ ഇവിടെയൊക്കെ തണുപ്പായതുകൊണ്ട് നമ്മൾക്കിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രിസർവ് ആക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടത് കഴിക്കാതിരിക്കുമ്പോൾ അത് ചീത്തയായി പോകും. അപ്പോൾ വെറുതെ വേസ്റ്റ് വേണ്ടല്ലോ. ഇത് പ്രിസർവ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല റെസിപ്പീസും ഉണ്ടാക്കാം. ഇതിപ്പം നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, സിട്രിക് ആസിഡ് അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, 1-2 മാസം കേടാകാതെ ഇരിക്കും. ഇത് ഞാനിപ്പോൾ കഴുകി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ്. ഇത് ഒരെണ്ണം 4ആയിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെറുതായിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്യണത്. അപ്പോൾ ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രോബെറീസ് ഇടാം. ഇനി ഇതിലേക്ക് ഷുഗർ 1 കപ്പ് ചേർക്കാം. സ്ട്രോബെറിയുടെ അളവനുസരിച്ച് ഷുഗർ ചേർക്കാം. ഇതിപ്പോൾ സ്ട്രോബെറി ചെറിയ പുളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഷുഗർ ഒരു 1 കപ്പ് ചേർത്തത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു പ്രിസർവാണ്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്ന ജാം, അതിലൊക്കെ എന്തായാലും കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഒഴിവാക്കി വീട്ടിൽ തന്നെ ജാമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ അരച്ച് ഇങ്ങനെ ചെയ്ത ജാമായി. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് പോലും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് സ്ട്രോബെറി നല്ലൊരു ഫ്ലേവറാണ്. ഫ്രഷ് സ്ട്രോബെറിക്ക് നല്ല മണവും, അതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. സ്ട്രോബെറിയുടെ മണം നാച്ചുറലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ഒരു ഫ്ലേവറും ചേർക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ നന്നായി തിളച്ച് വരിക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിനകത്തേക്ക് ഷുഗർ നല്ലൊരു പ്രിസർവേറ്റീവാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയാവത്തൊന്നുമില്ല, കുറേ നാളിരിക്കും. ഇതിലേക്ക് ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർത്താൽ മതി. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് സിട്രിക് ആസിഡിന് പകരം ലെമൺ ജ്യൂസ് ചേർക്കുക. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ചെറിയൊരു ഇങ്ങനെ നമ്മൾ ഒഴിച്ച് തവയിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ നൂലല്ല, അതിലൊരു എന്താ പറയുക, ഒരു കൊഴുത്ത പോലെ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയായ ഭയങ്കര ഒരു എന്താ പറയുക, കട്ടിയായി പോകും തണുക്കുമ്പോൾ. അപ്പോൾ ഒരു ലൂസായിട്ട് തന്നെ ഇങ്ങനെ കൊഴുപ്പ് രൂപത്തിൽ, കുഴഞ്ഞ രൂപത്തിൽ എടുക്കുക. ആ ഒരു പരുവത്തിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയ നല്ലൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാൽ മതി. കുറേ ദിവസം, ഇപ്പോൾ 2 മാസമൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ട സമയത്ത് ഇപ്പോൾ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ പുഡിങ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. നമുക്കിത് ഫില്ല് ചെയ്ത് വയ്ക്കാം. കാണാൻ തന്നെ എന്ത് രസം നോക്കുന്നു. കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, സ്ട്രോബെറിയുടെ നാച്ചുറൽ കളറാണ്. അതുപോലെ തന്നെ അതിൻ്റെ മണവും രുചിയും ഒക്കെ നാച്ചുറലാണ്.
നമുക്കിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. ജാം പോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു, കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത ഫുഡൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും നമുക്കിങ്ങനെ പ്രിസർവൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുക്കിങ്ങും കഴിയും. നമുക്ക് ടൈമുള്ളപ്പോൾ ചെയ്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലോ കളറൊക്കെ കാണാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൂബെറിയും ചെയ്യാം. ഇതിപ്പോൾ സ്ട്രോബെറി റെഡിയായി. ഇനി ബ്ലൂബെറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ബ്ലൂബെറി ഇട്ടു, അതിലേക്ക് ഷുഗർ. ഇതിന് അത്രയും ഹാഫ് കപ്പ് ഷുഗർ ചേർത്തിട്ടുള്ളൂ. ബ്ലൂബെറി കുറച്ചേ ഉള്ളൂ, മാത്രമല്ല ബ്ലൂബെറിക്ക് പുളി കുറവാണ്, അപ്പോൾ അധികം ഷുഗറിൻ്റെ ആവശ്യമില്ല. ബ്ലൂബെറിയുടെ കളറ് നല്ല ഒരു പേർപ്പിൾ കളറാണ്, നല്ല രസമാണ് കളറ്. ഇതുകൊണ്ട് നമുക്ക് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാം. അതുപോലെ കേക്ക്, പുഡിങ്സ്, അങ്ങനെ നമുക്കിതിലൊക്കെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ ബെറീസ് എല്ലാം നമുക്കിതുപോലെ ചെയ്ത് വയ്ക്കാം. കളറ് നല്ല അട്രാക്റ്റീവ് കളറാണ്, പേർപ്പിൾ കളർ. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇത് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നല്ലതായിട്ട് അലിത്ത് വരുന്നോളും. പിന്നെ ഇത് പ്രിസർവ് ആയതുകൊണ്ട് അധികം അലിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അരച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് ജാമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി അരച്ചിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ റെസിപ്പി എന്ന് പറയുമ്പോൾ ജാമിനാണ് അരച്ചിട്ടുണ്ടാക്കുക, പ്രിസർവിനാണ് അരയ്ക്കാതെ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ജാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം, പ്രിസർവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. ഷുഗറും ഫ്രൂട്ടും മാത്രം മതി. ഫ്രൂട്ട്സ് ഏതെടുക്കുക, ഷുഗർ, ലെമൺ ജ്യൂസ്, ഇത്രയും മാത്രം മതി. നല്ല അടിപൊളി പ്രിസർവേറ്റീവ്സ്, ഫ്രൂട്ട്സ് പ്രിസർവ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിത് എടുക്കാവുന്നുള്ളൂ. ഒത്തിരി അങ്ങോട്ട് കട്ടിയാക്കരുത്, ഒരു ലൂസായിട്ടുള്ള ഈ ഒരു പാകത്തിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കത് കുറച്ച് തണുക്കുമ്പോൾ നല്ലൊരു പാകത്തിൽ കിട്ടും. നല്ല ടേസ്റ്റിയാണ് ഇതൊക്കെ. നമുക്ക് പുഡിങ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം റെഡിയായി. ഇതാ ബ്ലൂബെറിയും റെഡിയായി, സ്ട്രോബെറിയും റെഡിയായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ സാധാരണ പാല് മാത്രം ചേർത്തിട്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനെ പെട്ടെന്ന് പറ്റും. അപ്പോൾ ഇതിൽ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അതുപോലെ നമ്മളുണ്ടാക്കിയ സ്ട്രോബെറി പ്രിസർവ് 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്ട്രോബെറിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർത്തു നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എൻ്റെ കളറ് ശരിക്കും ലൈറ്റിൻ്റെ ഇതിൽ കളർ അറിയുന്നില്ല, ലൈറ്റ് പിങ്ക് കളറാണ്. ഇപ്പോൾ വൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഈ പ്രിസർവിൻ്റെ ജ്യൂസ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും. നമുക്ക് കുടിക്കാനുള്ള ടേസ്റ്റിനേക്കാളും കാണാനുള്ള ഭംഗിയും വേണ്ടല്ലോ. കണ്ണിനാണ് ആദ്യം തന്നെ ഒരു ഫുഡ് കാണുമ്പോഴാണ് നമ്മൾക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അതിനുശേഷമാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ കുടിക്കാനൊരു ഇഷ്ടം തോന്നും. ഇനി മിൽക്ക് ഷേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ. ഇത് കണ്ടിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം.
Okay, thanks for watching. Have a great day. Bye.